ഈ കറുത്ത മനുഷ്യന് ഹൈ ജമ്പ് ചാടാൻ നിൽക്കായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടുത്തെ പിച്ചിൽ എന്തോ തരം പന്നികേട് തോന്നുന്നുണ്ട് തന്നെ റഫറിയുടെ കയ്യിൽ നിന്ന് ടവല് മേടിച്ച് അവിടെ മാർക്ക് ചെയ്യാണ്. അതിനുശേഷം അവനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വാമപ്പ് ചെയ്തിട്ട് ഓടിപ്പോയിട്ട് ലോങ് ജമ്പ് ചാടാണ്. അതിലാണെന്നുണ്ടെങ്കിൽ അവൻ വേൾഡ് റെക്കോർഡ് തകർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ കറുത്തതായതുകൊണ്ട് തന്നെ കാണികളെല്ലാവരും അവനെ താഴ്ത്തി കെട്ടുകയാണ്. അതിനുശേഷം ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അതിൽ വെറും 8 സെക്കൻഡ് കൊണ്ട് തന്നെ അവൻ കംപ്ലീറ്റ് ചെയ്യാണ്. പക്ഷെ റഫറി ഇവനാണ് ജയിച്ചതെന്ന് കണ്ടുകൊണ്ട് തന്നെ ടൈമിൽ മാറ്റം വരുത്തി അവനെ തോൽപ്പിക്കുകയാണ്. അവന്റെ പരിശീലകനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തർക്കിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ പിടിച്ചു മാറ്റാണ്. ഇവനാണെങ്കിൽ ഈ ഒരു വർഗീയത കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും ഒളിമ്പിക്സിൽ നിന്ന് മാറി നിൽക്കാൻ പോവായിരുന്നു. പക്ഷെ അവന്റെ കോച്ച് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവൻ അതിലോട്ട് തന്നെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഇവൻ കപ്പലിൽ യാത്രയാവാണ്. അപ്പോഴാണ് അവിടെ കോച്ചിനെ കാണുന്നത്. കോച്ചാണെന്നുണ്ടെങ്കിൽ സ്വന്തം ചെലവിലാണ് അവന്റെ കൂടെ പോകുന്നത്. അങ്ങനെ ബെർലിൻ എത്തിയ ഉടനെ തന്നെ അവിടുത്തെ മനുഷ്യരുടെ സ്വഭാവം കൊണ്ട് അവൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. അങ്ങനെ ആദ്യ ദിവസം തന്നെ ഒരു 100 മീറ്റർ 8 സെക്കൻഡ് കൊണ്ട് ഓടി തീർത്തുകൊണ്ട് ഗോൾഡ് മെഡൽ നേടുകയാണ്. രണ്ടാമത്തെ ദിവസം ലോങ് ജമ്പ് ആയിരുന്നു. അതിലാണെന്നുണ്ടെങ്കിൽ 2 തവണയും അവൻ ഫൗൾ ചാടുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സഹതാരം ഒരു ടവല് കൊണ്ട് അവൻക്ക് ചാടാനുള്ള ഒരു മാർക്ക് വെച്ച് കൊടുക്കും. അങ്ങനെ അവൻ മറ്റു താരങ്ങൾ ഓടി ചാടിയതിലേറെ അധിക ദൂരം ചാടി ഗോൾഡ് മെഡൽ സ്വന്തമാക്കാണ്. അങ്ങനെ അവൻ ആ ലോകത്തെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുകയാണ്. അടുത്തൊരു കഥക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.